ഹലോ സിനി ഫയൽസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട 5 ക്രൈം ത്രില്ലർ സിനിമകളെയാണ്. ഇതിൽ 4ാമത്തെ സിനിമ നിങ്ങൾക്ക് ലൈഫിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1ാമത്തെ സിനിമ 1995 പുറത്തിറങ്ങിയ 7. 2 ഡിറ്റക്റ്റീവ്സ്, സോമർസെറ്റ് ആൻഡ് മിൽസ്. ഇവർ ബൈബിളിലെ 7 ഡെഡ്ലി സിൻസിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറിനെ അന്വേഷിക്കുന്നതാണ് സിനിമ. വളരെ ഇൻറ്റൻസായും സിനിമാറ്റിക്കായും കഥ പറയുന്ന ഒരു കിടിലൻ ത്രില്ലറാണ് ഈ സിനിമ. ആൻഡ് ഈ സിനിമയുടെ ക്ലൈമാക്സ് സിനിമ ഹിസ്റ്ററിയിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഒന്നാണ്. ഇതിലെ ഓരോ മർഡറും സിംബോളിക്കാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. 2ാമത്തെ സിനിമ 2007 പുറത്തിറങ്ങിയ സോഡിയാക്ക്. ഡേവിഡ് ഫിഞ്ചറിന്റെ മാസ്റ്റർ പീസുകളിൽ ഒന്നാണ് ഈ സിനിമ. 1960-70 കാലഘട്ടത്തിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ഭീതി ഉളവാക്കിയ ഒരു സീരിയൽ കില്ലറിന്റെ റിയൽ ലൈഫ് അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഈ സീരിയൽ കില്ലറിന്റെ കേസിൽ ഇൻട്രസ്റ്റഡ് ആവുന്ന 3 പേരുടെ കഥയിലൂടെയാണ് സിനിമ പോകുന്നത്. ഒരു സ്ലോ ബേണർ ത്രില്ലറാണിത്. അതുപോലെ തന്നെ റിയലിസ്റ്റിക്കുമാണ്. സത്യം അന്വേഷിച്ചുള്ള യാത്ര എത്രത്തോളം നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 3rd വൺ, ദ സൈലൻസ് ഓഫ് ദ ലാംബ്സ്. ഒരു സീരിയൽ കില്ലറിനെ പിടിക്കുന്നതിനുള്ള സഹായത്തിന് വേണ്ടിയിട്ട് വേറൊരു സൈക്കോ കില്ലറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറായ ക്ലാരിസ് സ്റ്റാർലിംഗ്. ഒരു ഹൊറർ പടത്തിന്റെ ഫീലൊക്കെ ഈ സിനിമയിലെ ചില പോർഷൻസ് ഒക്കെ നമുക്ക് തരും. പക്ഷെ വളരെ ഇൻറ്റൻസ് ആയിട്ടാണ് ഈ സിനിമ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരുപാട് ഡയലോഗ്സും ഈ സിനിമയിലുണ്ട്. ഈ സീരിയൽ കില്ലറിനെ പിടിക്കുന്നതിനായുള്ള സ്റ്റാർലിങ്ങിന്റെ ജേണിയാണ് ഈ സിനിമയുടെ കഥ. 4th വൺ, 2013 റിലീസായ പ്രിസണേഴ്സ്. ഒരു പവർഫുൾ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ നിങ്ങൾക്ക് തരുന്നത്. ഡെനിസ് വില്ലനീവ് ആണ് ഡയറക്ടർ. 2 പെൺകുട്ടികളെ കാണാതാവുന്നു. ഈ പെൺകുട്ടികളെ അന്വേഷിച്ച് അതിലൊരാളുടെ അച്ഛനും വേറൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും ഇറങ്ങിത്തിരിക്കുന്നു. പിന്നീടുള്ള കാര്യങ്ങളാണ് സിനിമ പറയുന്നത്. മനുഷ്യന്റെ ഇമോഷൻസിനെയും പ്രതികാരത്തിന്റെ ആ ഒരു കോസ്റ്റും ഒക്കെ വളരെ വ്യക്തമായിട്ട് സിനിമയെ കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ലൈഫിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ ഈ സിനിമ തരുന്നതാണ്. 5ാമത്തെ സിനിമ മിസ്റ്റിക് റിവർ. ഇതൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ക്രൈം സ്റ്റോറിയാണ്. 3 ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് റീയൂണൈറ്റ് ആവുന്നു. ഈ റീയൂണൈറ്റ് ആവുന്നത് ഒരു ട്രാജഡി കാരണമാണ്. അതിലൊരാളുടെ മകള് മരണപ്പെടുന്നു. ഇതിന്റെ പിന്നിലേക്കുള്ള അന്വേഷണത്തിലൂടെ ഒരുപാട് ഡാർക്ക് സീക്രട്സും ഒരുപാട് ട്വിസ്റ്റുകളും പുറത്തു വരുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ സിനിമ കഥ പറയുന്നത്. സോ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. ഈ 5 സിനിമകളും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. ഇനിയുള്ള വീഡിയോകളിൽ കൂടുതൽ സിനിമകളെയും നമുക്ക് പരിചയപ്പെടാം.